ഓക്കെ, നമുക്കിപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നോക്കാം. ഇതൊരു കണ്ടിന്യൂസ് ബീമാണ് ആണല്ലോ, പക്ഷേ ഇവിടെ ജോമെട്രി ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസ് എങ്ങനെയാണ് നമുക്ക് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കണമെന്ന് നോക്കാം. ഇവിടെ എന്താണ്, കാൽക്കുലേറ്റ് ദ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി റിക്വയർഡ് ഫോർ ദ കണ്ടിന്യൂസ് ബീം വിത്ത് ദ വർക്കിംഗ് ലോഡ്സ് ഷോൺ ഇൻ ദ ഫിഗർ. ടേക്ക് ലോഡ് ഫാക്ടർ 1.5. ഇവർ തന്നിരിക്കുന്ന ലോഡ്സ് വർക്കിംഗ് ലോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് കൊലാപ്സ് ലോഡ് തൊട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ലോഡ് ഫാക്ടർ അവിടെ തന്നിട്ടുണ്ട് 1.5. അപ്പോൾ ഈ 40 × 1.5 കൊലാപ്സ് ലോഡാവും, അതേപോലെ ഈ 20 × 1.5 കൊലാപ്സ് ലോഡാവും. ഓക്കെ, അതാണ് ഈ ഫിഗർ സൊല്യൂഷനിൽ വരച്ചിരിക്കുന്നത്. 60 kN ആവും, അതേപോലെ ഇത് 30 kN/m ആവും. ഓക്കെ, പിന്നെ ജോമെട്രി ചേഞ്ച് എവിടെയൊക്കെയാണ്, സ്പാൻ എ ബിയിലും സ്പാൻ ബി സിയിലും. ഇവിടെ എം പിയും ഇവിടെ 2 MPU ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓരോ സ്പാൻ എടുത്തിട്ട് വേണം നമ്മൾ മെക്കാനിസം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് മെക്കാനിസം ഓഫ് സ്പാൻ എ ബി, പിന്നെ ഒന്ന് ബീം എ ബി, പിന്നെ മെക്കാനിസം ഓഫ് ബീം ബി സി, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ദിസ് ഫിഗർ ഷോസ് ദ ഗിവൺ ബീം വിത്ത് ദ കൊലാപ്സ് ലോഡ് ദാറ്റ് ഇസ് വർക്കിംഗ് ലോഡ് ഇൻടു ലോഡ് ഫാക്ടർ. അത് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് ഇനി മെക്കാനിസം ഓഫ് ബീം എ ബി ആണ്. ഓക്കെ, അപ്പോൾ മെക്കാനിസം ഓഫ് ബീം എ ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മാത്രം കൺസിഡർ ചെയ്യുക, എ ബി ഇത്ര മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത്ര മാത്രം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എവിടെയൊക്കെയാണ് ഹിഞ്ച് ഫോം ആവുന്നത്, ഇവിടെ ഹിഞ്ച് ഫോം ആവത്തില്ല ആണല്ലോ. എന്തുകൊണ്ടാണ്, ഇത് ഹിഞ്ച്ഡ് എൻഡാണ്. ഒന്ന് അണ്ടർ ദി പോയിന്റ് ലോഡ്, പിന്നെ ഒന്ന് ജോമെട്രി ചേഞ്ച് വരുന്നിടത്ത് ആണല്ലോ. അപ്പോൾ ഇവിടെയുമാണ് എം പി ഫോം ആവുന്നത്, അതായത് പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഫോം ആവുന്നത്. അതായത് ഇവിടെ എം പി, ഇവിടെയും എം പി. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എം പി, അതേപോലെ ഇവിടെയും എം പി. ഓക്കെ, ഇത് തീറ്റ, ഇത് തീറ്റ. ഇവിടെ ഉണ്ടാവുന്ന ആ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെയും. ഇതിപ്പം എന്താണ്, സെൻറ്ററിലാണ് ലോഡ് ആക്ട് ചെയ്തിരിക്കുന്നത്, അറ്റ് മിഡ് പോയിൻറ്റ്. ഓക്കെ, മിഡ് സ്പാൻ. അതുകൊണ്ടാണ് ആംഗിൾ തീറ്റ വന്നത്. അപ്പോൾ എം പി. നെക്സ്റ്റ് ഇൻറ്റർണൽ വർക്ക് ഡൺ നമുക്കറിയാലോ, പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി ഇൻറ്റു റൊട്ടേഷൻ. അപ്പോൾ ഇവിടുത്തെ എം പി ഇൻറ്റു തീറ്റ പ്ലസ് എം പി ഇൻറ്റു തീറ്റ, നമുക്ക് 3 MPθ കിട്ടും. നെക്സ്റ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് ലോഡ് ഇൻറ്റു കൊലാപ്സ് ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ബീം എ ബി ആണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബീം എ ബിയിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണ്, 60. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 60 ഇൻറ്റു ഡിഫ്ലക്ഷൻ. അപ്പോൾ ഡിഫ്ലക്ഷൻ ഈ ഡെൽറ്റ എന്താണെന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്നത് 2θ കിട്ടും. ഓക്കെ, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. ഇക്വേറ്റ് ഇൻറ്റർണൽ വർക്ക് ഡൺ ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് ഡൺ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എം പി 40 kN ആണ് നമുക്ക് എ ബി ബീമിന് കിട്ടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ബീം ബി സി, അതായത് ഈ സ്ഥലം. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് ഹിഞ്ച് ഫോം ആവുന്നത്, അത് തന്നെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവുന്നത് ഈ പോർഷനിൽ മാത്രമേ ഫോം ആവത്തുള്ളൂ. ഈ പോർഷനിൽ ഫോം ആവുമോ, ഇല്ല. അപ്പോൾ ഇത് എന്തിനെ റിലേറ്റ് ചെയ്യാം, നമുക്ക് ഒരു പ്രോപ്ഡ് കാൻറ്റിലിവർ ബീമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അതായത് പ്രോപ്ഡ് കാൻറ്റിലിവർ ബീം എങ്ങനെയാണ് വരുന്നത്, 1 end ഫിക്സ്ഡും 1 end ഹിഞ്ച്ഡും ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ മാത്രമേ നമുക്ക് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവത്തുള്ളൂ, ഇവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവത്തില്ല. അപ്പോൾ UDL വരുന്ന കേസസിൽ നമുക്ക് എവിടെയാണ് ഡിഫ്ലക്ഷൻ വരുന്നതെന്നുള്ളത് നമുക്ക് എക്സാക്റ്റ് പൊസിഷൻ, അതായത് എക്സാക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താ എടുക്കും, ഇവിടെ ഫ്രീ എൻഡിന് 0.414 L ഡിസ്റ്റൻസിലും ഇവിടുന്ന് 0.586 L ഡിസ്റ്റൻസിലുമാണ് നമ്മൾ എന്താണ് ഇവിടുത്തെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. കാണിച്ചു തരാം, ഇതാണ്ട് ഇതുപോലെ. ഓക്കെ, ഇവിടെ ഹിഞ്ച് ഫോം ആവത്തില്ല, ഇവിടെ എന്താണ് എം പി ആണ്. ഓക്കെ, ഇവിടെ 2 MP അവർ പറഞ്ഞിട്ടുണ്ട്, 2 MP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്പാനിൽ 2 MP ആണെന്ന്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന 2 MP. ഓക്കെ, പിന്നെ ഇവിടെ എം പി, ഇത് θ1 θ2 എന്ന് വെച്ചാൽ ഇത് 2 ഡിസ്റ്റൻസിലാണ്, മിഡ് സ്പാനിലല്ല ആയിരിക്കുന്നത്. 0.414 Lലും 0.586 L ഡിസ്റ്റൻസിലാണ് ഇവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ ആയിട്ടുള്ളത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ θ1 θ2. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് അപ്പോൾ വരുന്നത്, ഇൻറ്റർണൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഈ എം പി ഇൻറ്റു θ1 പ്ലസ് 2 MP ഇൻറ്റു θ1 പ്ലസ് θ2. ഓക്കെ,
അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇതിൽ കൊണ്ടുവരിക. അപ്പോൾ ആദ്യം ഈ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, അതിൽ നിന്ന് ടാൻ തീറ്റ എന്താണ് എടുക്കുക. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിളിൻ്റെ 2 ഡെൽറ്റാസിൻ്റെ വാല്യൂസ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് θ2 നമുക്ക് കിട്ടും. θ2 എടുക്കുക, അത് 1.415 ഇൻറ്റു θ1 ആണ് കിട്ടുന്നത്. എന്നിട്ട് ഈ വാല്യൂ ഇതിലേക്ക് ഈ θ2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ടേമിലോട്ട് കൊണ്ടുവരിക, θ1 ഫോമിൽ കൊണ്ടുവരിക. ഓക്കെ, θ1 ടേമിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇൻറ്റർണൽ വർക്ക് ഡൺ നമുക്ക് കിട്ടി. നെക്സ്റ്റ് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണല്ലോ, നമ്മുടെ കൊലാപ്സ് ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ലോഡ് എത്രയാണ്? ടോട്ടൽ ലോഡ് ഇതിപ്പോൾ UDL ആകുമ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 6. 30 ഇൻറ്റു 6 ആണ് എടുക്കുന്നത്. 30 ഇൻറ്റു 6 ഓക്കെ, ഇൻറ്റു ആവറേജ് ഡിസ്റ്റൻസ് മൂവ്ഡ്. ഈ UDL വരുന്ന കേസസിൽ എന്താണ്? ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മൂവ്ഡ് അതിൻ്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഡിഫ്ലക്ഷൻ്റെ ആവറേജ്, അതായത് Δ/2 ആണ് എടുക്കുന്നത്. ഓക്കെ, എപ്പോഴും അങ്ങനെ തന്നെ ഈ UDL വരുന്ന കേസസിൽ അങ്ങനെ തന്നെ എടുക്കുന്നത്, Δ/2. അപ്പോൾ 30 ഇൻറ്റു 6 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഡെൽറ്റ എന്ന് പറയുന്നത് ഓൾസോ ഈക്വൽ ടു 0.586 L θ1 ആണല്ലോ. ഇവിടെ നമ്മൾ θ1ലാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും θ1 തന്നെ കൊണ്ടുവരിക. അപ്പോൾ θ1ൻ്റെ ടേം എഴുതുക, എന്നിട്ട് നമുക്ക് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ രണ്ട് ഇത് കിട്ടി നമുക്ക്. എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും കിട്ടി, ഇൻറ്റർണൽ വർക്ക് ഡണ്ണും കിട്ടി. ഇനി അത് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് MP എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. എത്ര? 54.28 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി ഈ MPയും ഫസ്റ്റ് നമുക്ക്, അതായത് AB ബീം മെക്കാനിസമിൽ നമുക്ക് കിട്ടിയ MPയും റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് മാക്സിമം അത് എഴുതുക. അതായിരിക്കും നമ്മുടെ MP എന്ന് പറയുന്നത് 54.28 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഓരോ ബീമിൻ്റെ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി ഓഫ് സ്പാൻ AB എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ABയിൽ എന്താണ്? AB സ്പാനിൽ MP പ്ലാസ്റ്റിക് മൊമെൻറ്റ് അവർ എത്രയാണ് തന്നത്? MP ആണ്. അപ്പോൾ MP എന്ന് പറയുന്നത് MP തന്നെയാണ്. ഇവിടെയോ 2 MP ആയിരുന്നു. അപ്പോൾ 2 MP എന്ന് പറയുന്നത് 2 ഇൻറ്റു നമ്മൾ ഫൈനലൈസ് ചെയ്ത MP ആ വാല്യൂ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇതായിരിക്കും BCയുടെ MPയും ABയുടെ MPയും എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കേസ് മാത്രമാണ്, ഇവിടെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതായത് UDL വരുമ്പോഴത്തേക്ക് പ്രോപ്ഡ് ക്യാൻറ്റിലിവർ ആണ് കേസ് വരുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ഡിസ്റ്റൻസ് എടുത്തിട്ട് ചെയ്യുന്നത്.